ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ നമഃ. ഓം സ്വാഹ. നമസ്കാരം പണിക്കരെ. ഞാൻ ഉത്തമൻ. ഇതാണ് ഞാൻ പറഞ്ഞ മോഹനകൃഷ്ണ സാറ്. ജോസിന്റെ അടുത്താ. സ്പെഷ്യൽ വില്ലേജ് ഓഫീസറാ. ഈശ്വര, തറയിലിരുന്ന കാലവും മറന്ന്. സാറെ തൽക്കാലം അതൊന്ന് മാറ്റിപ്പിടിച്ചേ. ഞാൻ പറയാം എന്തിന് കിടന്ന് ചാവുന്നേ. ഇന്നലെ രാത്രി പണിക്കരെ ഒരു വെളുത്ത സാരി കണ്ടിട്ട് പേടിച്ചതാ. ഇപ്പൊ ദേ മിണ്ടാട്ടം കിട്ടുന്നില്ല. സാരിയാണെന്ന് ആര് പറഞ്ഞു? അത് സാരി ആയിരുന്നില്ല, പിന്നെ അത് പ്രേതം തന്നെയായിരുന്നു. ഉത്തമൻ പറഞ്ഞ അടയാളം വെച്ച് ഞാനൊരു മഷിനോട്ടം നടത്തി. അപ്പോഴല്ലേ മനസ്സിലായത് ഒരു പെൺകുട്ടി ആ വീട്ടിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോഴും ആ ആത്മാവ് ഗതികിട്ടാതെ അലഞ്ഞു തിരികെയാണ്. അതിന്റെ മുന്നിൽപ്പെട്ടാൽ മരണം ഉറപ്പാണ്. കഴിഞ്ഞ 3 കൊല്ലമായി സാർ ആ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്. ഇതുവരെ അത് സാറിനെ ഉപദ്രവിക്കാതിരുന്നത് സാറൊരു മര്യാദക്കാരനായതുകൊണ്ടാ. അല്ല, സാർ ഇപ്പോഴും മര്യാദക്കാരനെന്നാണ് സാറ് പറയുന്നത്. അതുകൊണ്ട് കാര്യമില്ല. പ്രേതത്തെപ്പറ്റി സാർ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പ്രേതം സാറിനെ വിടില്ല. മനസ്സിലായില്ലേ സാറേ? ഇപ്പൊ ഒരു കൊലപാതകം നടന്നു. സാർ അത് കണ്ടാൽ കൊലപാതക സാറിനെ തട്ടൂലേ? സാക്ഷിയെ വെറുതെ വിട്ട പ്രശ്നമല്ലേ? അതുപോലെ പ്രേതമുണ്ടെന്ന് സാർ അറിഞ്ഞ സ്ഥിതിക്ക് സാർ മഹാനായ ഈ സുരേന്ദ്ര പണിക്കരെ പോലുള്ള ആരെങ്കിലും കൊണ്ടുപോയി പ്രേതത്തെ ഒഴിപ്പിച്ചാലോ? അത് ഒഴിവാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, സാറിനെ തട്ടുക. പേടിക്കണ്ട, ഞാൻ ഉഗ്രശക്തിയുള്ള ഒരു തകിട് തരാം. വീട്ടിൽ നിന്നും കൃത്യം 17 അടി ദൂരെ മുറ്റത്ത് അതിനെ കുഴിച്ചിടണം. 17 അടിയെ? അങ്ങനെ ചെയ്താൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് പ്രേതം ഈ ജില്ല വിട്ടു പോകും. ജില്ല വിട്ടു പോണമെന്നില്ല, സാറിന്റെ ഈ ഏരിയ വിട്ടങ്ങ് പോയാൽ മതി. പൈസോട് ദക്ഷിണ. നാണൂറ? ഇതെന്തോന്ന് ചന്തയോ? ഇവിടെ കൊടുക്കണം. ശരിയപ്പോ പൊയ്ക്കോളൂ. പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. പൊയ്ക്കോളൂ. ഓ, എല്ലാം പറഞ്ഞല്ലോ. സൂക്ഷിച്ച് തകടന്ന് കയ്യിൽ നിന്ന് വീടല്ലേ സാറേ. അത് പിടിച്ചോ. പഠിക്കണേ. 100 രൂപയുണ്ട്. ഇത് വച്ചിട്ട് മറ്റേ 500 രൂപ വെച്ചിട്ട് അതിനുമ്പോ കുഴിച്ചൊക്കെ വെച്ചാ. പിന്നെ ശബ്ദം ശരിയായില്ലെങ്കിൽ മോഹനേഷ് സാറ് നാളെ രാവിലെ വടിവാളുമായിട്ടിങ്ങി വരും. മുടക്കിയത് 500 രൂപയാണെങ്കിലും 5 ലക്ഷം രൂപയാണെന്നാണ് സാറിന്റെ ഭാവം. ശബ്ദം ശരിയായിക്കോളും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ്. അങ്ങനെ ആയാൽ പണിക്കർക്ക് കൊള്ളാം. പണിക്കർക്ക് വേണ്ടി പണിക്കരി തന്നെ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ. അതെ, സത്യഭാമയാണ് സാർ. ഇല്ല, ആശുപത്രി പോകാൻ മോഹനായിട്ട് സമ്മതിക്കുന്നില്ല. ഒരാളെയും കൂട്ടി മന്ത്രവാദിയെ കാണാൻ വേണ്ടി പോയിരിക്കുക. ഒന്ന് തിരിച്ചു വന്നോട്ടെ. മര്യാദയ്ക്ക് എന്നോട് ഡോക്ടറെ അടുത്ത് വന്നില്ലെങ്കിൽ വല്ല ഉറക്കുകൂളിയും കലക്കി കൊടുത്ത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും ഞാൻ. ഇന്നില്ല സാർ, നാളെ രാവിലെ ഞാൻ നേരത്തെ എത്തിക്കോളാം. ശരി. അതെ, മതി മതിയാവോ? സാറേ സാറേ മതിയെന്ന്. ഇത്രയാഴം മതി സാറേ, മതി. അണ്ടാവ് കുഴിച്ചിടാനല്ല, ഇത് കുഴിച്ചിടാനല്ല. ഇത്രയും മതി. മമ്മട്ടി അങ്ങോട്ട്
യാതൊരുപൂർവ്വം വേണം പിടിക്കാൻ. തൊഴുതോ, പ്രാർത്ഥിച്ചു. ഓ അതൊക്കെ കിട്ടുമെന്ന് ഇല്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നും പിടിച്ചോ. പറ്റോ ഒന്ന് തൊട്ട് തൊഴുതോ. ആദ്യം ഇത് താക്കിയിട്ട് 3 പ്രാവശ്യം പറ്റോ. നേരെ വെക്കണേ. ആദ്യം തൊഴുതോ. ഇനി നാരങ്ങ മുറിച്ചത് കുങ്കുമം. അതെ വെച്ചോ. അടുത്ത് പൂവ് 3 പ്രാവശ്യം. ഓക്കെ കയ്യിൽ വെച്ചോ. ഇനി പറഞ്ഞുതരാം. അതെ ഇതെന്താ എല്ലാം ശരിയാക്കി വെച്ചോ. ഞാൻ വക്കീലിനോട് സംസാരിച്ചിട്ട് വരാം. ഞാൻ പോയിട്ട് വരാന്ന്. ഒന്ന് ചുമ്മാ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാന്ന്. സാർ എല്ലാം കൊണ്ട് ശരിയാക്കി പോയി. പൊന്നോ ഇത് ഒരു പ്രത്യേക തരം തകിടാണ്. ഇവിടെ വെച്ച് തൂങ്ങി ആത്മഹത്യ ചെയ്ത ആത്മാവിനെ ഒതുക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. എന്ത് ഭ്രാന്തായി പറയുന്നത്? ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോ തകിടുകൊണ്ടാണ് അത് പരിഹരിക്കുന്നത്. നമുക്ക് മോഹനയുടെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുവന്നേ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല വക്കീലേ. ഇന്ന് ഒരു ദിവസം കൊണ്ട് സാറിന്റെ ഈ ഏനക്കേട് മാറിയില്ലെങ്കിൽ നമുക്ക് നാളെ ആശുപത്രി കൊണ്ടുപോകാം. ഒന്നും കാണാതെ ഞാൻ എന്തെങ്കിലും പറയൂ വക്കീലേ. വക്കീല് ധൈര്യമായിട്ടിരിക്കും. ഉത്തമൻ അതൊക്കെ പറയാം. മോഹനായിട്ട് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ നഷ്ടമരിക്കാം. ഉത്തമനൊന്നുമില്ലല്ലോ. ഒന്നും പറ്റത്തില്ല വക്കീലേ. അല്ലെങ്കിൽ തന്നെ പ്രേതം ബാധിച്ച ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വക്കീലേ, ഇത് ആത്മാക്കൾ തമ്മിലുള്ള കളിയാണ്. ഇവിടെ അലോപ്പതിക്ക് റോളില്ല. കഴിഞ്ഞോ? ഇനി സാറ് സ്വസ്ഥമായിട്ട് കയറുന്ന ഉറങ്ങോ. മറ്റേ പണിക്കര് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാം കൃത്യമായി പാലിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ വക്കീലേ. സാറേ ബൈ. സംസാരശേഷി കിട്ടിയെന്ന് പറയാം. എന്താ മോഹനേട്ടൻ ഉദ്ദേശം? തോറ്റു. മോഹനേട്ടാ, ഞാൻ മോഹനേട്ടന്റെ കാല് പിടിക്കാം. നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. ഇന്നലെ രാത്രി മുതൽ മോഹനേട്ടൻ ഒരു അത്യാവശ്യം പോലും മിണ്ടിയിട്ടില്ല. എനിക്കാണ് പേടി വന്നിട്ടുണ്ടോ? പേടിക്കണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? മോഹനേട്ടാ, മോഹനേട്ടൻ വിവര വിദ്യാഭ്യാസമുള്ള ഒരാളല്ലേ. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോ ശബ്ദം പോയിട്ടുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അതിനർത്ഥം? മോഹനേട്ടാ, ഈ പ്രേതം ആത്മാവ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. മോഹനേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഈ വീട്ടിൽ താമസിച്ചിട്ടും ഇതുവരെ അങ്ങനെ ഒരു സംശയം പോലും ഉണ്ടായോ? ഇല്ലല്ലോ. ഇന്നലെ ഉത്തമൻ ആ പഴയ ആത്മഹത്യയുടെ കഥ പറഞ്ഞു. അതോടെ പ്രശ്നങ്ങളുമായി. ഇന്നലെ വൈകിട്ട് മോഹനേട്ടൻ വരുമ്പോ അടുക്കളയിലെ ടാപ്പിൽ നിന്ന് വെള്ളം വീഴുന്ന കണ്ട് പേടിച്ചു. ആ പ്രേതത്തിന്റെ കഥ അറിയില്ലെങ്കിൽ മോഹനേട്ടൻ എന്താ ചെയ്യുക? ടാപ്പ് ഓഫ് ചെയ്ത് സ്വസ്ഥമായിട്ട് ഒരിടത്ത് പോയിരിക്കും. അതല്ലേ? അപ്പൊ എന്താ പ്രശ്നം? മോഹനേട്ടന്റെ മനസ്സിലെ പേടിയാണ് ഈ പ്രശ്നം. ഇന്നലെ എന്റെ സാരി കണ്ട് മോഹനേട്ടൻ പേടിച്ചു. ഇതുപോലെ എത്രയോ തവണ ആ സാരി അയേ കിടന്നിട്ടുണ്ട്. അന്നൊന്നും മോഹനേട്ടൻ പേടിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ പ്രശ്നം പ്രേതവും ആത്മാവും ഒന്നുമല്ല. മോഹനേട്ടന്റെ ശബ്ദം പോയതാ. അത് ഡോക്ടറെ കണ്ടാലല്ലേ മാറൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഒരസുഖം ഉണ്ടാവുമ്പോഴാണ് ഡോക്ടറെ കണ്ടത്. അപ്പൊ പോയി കണ്ട തരികിട മന്ത്രവാദികളെ കണ്ട് രോഗം കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെ ചികിത്സ എളുപ്പമായിരിക്കില്ല. അത് മറക്കണ്ട. മോഹനേട്ടാ, ഇപ്പൊ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഗുളികയിലും മരുന്നിലും ഒക്കെ അങ്ങ് തീരും. ഇല്ലെങ്കിൽ പിന്നെ വേണ്ടി വരുന്നതേ ഓപ്പറേഷൻ ആയിരിക്കും. ഓപ്പറേഷൻ എന്റെ വീടിനടുത്ത് ഇങ്ങനൊരാൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ദൈവം അസുഖം മാറ്റുമെന്ന് പറഞ്ഞ് കുറെ ആൾക്കാര്. അവന് അസുഖം കൂടി. ആൾക്കാര് ചുറ്റുവരുത് പ്രാർത്ഥിച്ചു. ഒടുവിൽ വഷളായപ്പം ആശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഈ ഓപ്പറേഷനൊക്കെ ഇപ്പൊ എന്താ ചെലവ്. നമ്മളെ കൊണ്ടൊന്നും അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ. ആശുപത്രിക്കാര് ചോദിക്കുന്നത് 5-6 ലക്ഷം രൂപയല്ലേ.
എങ്ങനെയുണ്ട്? വൈദ്യുതി വളരെ ശരിയായില്ലേ? ഇതാ ഞാൻ പറയുന്നത്, ഇതൊക്കെ പ്രേതത്തിന്റെ കളിയായിരുന്നു. താങ്കളുടെ ഇവിടെ കുഴിച്ചിട്ട് ഇത്രയും സമയത്തിനുള്ളിൽ എന്റെ ശബ്ദം ശരിയായി കഴിഞ്ഞു. നീ പറഞ്ഞു കേട്ട് ആശുപത്രി പോയിരുന്നെങ്കിലോ നമ്മുടെ കയ്യിലുള്ള കാശ് മുഴുവൻ പോയനെ. ഉള്ള ഗുളികൻ തന്ന് ചിലപ്പോ ഓപ്പറേഷൻ ചെയ്ത് കോളായി വന്നേനെ. അപ്പൊ മോഹനകൃഷ്ണൻ സാറ് ഇതുകൊണ്ടൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പൊ ഈ ശബ്ദം തിരിച്ചു കിട്ടിയത് തകിടിന്റെ ശക്തി കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളോട് എനിക്കിനി ഒന്നും പറയാനില്ല. വേണ്ട, തകിട് അവിടെ കുഴിച്ചിട്ടാൽ പ്രേതാത്മാവ് ആ നിമിഷം ഈ കോമ്പൗണ്ടിട്ട് വെളിയിൽ പോകുന്നു പറഞ്ഞിരുന്നു. അത് ശരിയായില്ലേ? പിന്നെ ഇനി ഈ ജന്മം ആ പ്രേതം ഈ വീടിന്റെ പടി കടന്നു വരില്ല. പട്ടി പിന്നെയും വന്നോ? തകിട് എവിടെ ഉണ്ടല്ലോ, പിന്നത്തെ പ്രശ്നം. പക്ഷേ തകിട് എവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ ഇപ്പോഴൊന്ന് പുറത്തിറങ്ങാമോ? ചെല്ല്, പണിക്കര് പറഞ്ഞതല്ലേ. അതെന്താ ഭാമ അങ്ങനെ? എനിക്കറിഞ്ഞൂടെ. മോഹനേട്ടൻ പട്ടിയുടെ കരച്ചിലും കേട്ടോണ്ട് ഇവിടെ ഇരിക്കെ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. എന്താ എന്നെ ഒറ്റയാക്കിട്ട് പോകരുത്. അപ്പൊ പണിക്കരുടെ തകിട് എനിക്ക് തോന്നുന്നത് അത് ഏറ്റില്ലെന്നാ തോന്നുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? അപ്പൊ പ്രേതോ? പ്രേതം എന്നൊക്കെ പറഞ്ഞ തോന്നലല്ലേ? എല്ലാം തോന്നലാണ്, എല്ലാം തോന്നലാണ്. മോഹനകൃഷ്ണൻ പ്രേതമുണ്ടോ? കാണുമല്ലോ. അങ്ങനെ മോഹനകൃഷ്ണന്റെ പ്രേതപ്പേടിക്ക് അവസാനമായി. പ്രപഞ്ചത്തിലെ സകല നിഗൂഢതകളെയും പ്രേതവും ഭൂതവുമാക്കി ആഘോഷിക്കുന്ന അന്ധവിശ്വാസികളെ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.